ഹലോ, വെൽക്കം ബാക്ക്. സോ ഇന്ന് നമ്മുടെ ടോപ്പിക് സെൽഫ് ലവ് ആണ്. ഈ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആരാണ്? ഒട്ടും ആലോചിക്കാതെ സ്വന്തം പേര് പറയാൻ പറ്റണം. നമുക്ക് നമ്മളോടായിരിക്കണം ഏറ്റവും ഇൻറ്റൻസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കേണ്ടത്. കാരണം നമുക്ക് വേണ്ടി നമ്മളെ ഉണ്ടാവുള്ളൂ അറ്റ് ലാസ്റ്റ്. ഓക്കെ, എനിവേ, എൻ്റെ കയ്യിലൊരു ഒരു ചെറിയൊരു ചെക്ക് ലിസ്റ്റ് ഉണ്ട്. ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് യെസ് ഓർ നോ എന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്താൽ മതി. സോ നമുക്ക് സെൽഫ് ലവിൻ്റെ ഏത് ലെവലാണ് നിങ്ങളുള്ള, അല്ലെങ്കിൽ സെൽഫ് ലവ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള ക്വിക്ക് ചെക്കാണ്. സോ ദ ഫസ്റ്റ് വൺ ഇസ് you constantly seek validation. Yes or no? Second one, you apologize for everything. Number 3, you struggle to say no. Number 4, you stay in unhealthy relationship. Number 5, you compare yourself constantly. Sixth one, small criticism ruin your entire day. Seventh one, you feel guilty for resting. Last one, you neglect your health. ഈ പറഞ്ഞ എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെയും ആൻസർ നോ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെൽഫ് ലവ് ഉണ്ട്. ദാറ്റ്സ് ഗുഡ് ഫോർ യു. പക്ഷേ ഇതിൻ്റെയൊക്കെ ആൻസർ യെസ് ആണ് എന്നുണ്ടെങ്കിൽ സെൽഫ് ലവ് ഒട്ടും തന്നെ ഇല്ല. ഇനി മെജോറിറ്റി ഏതാണ് എന്ന് നോക്കിയിട്ട് എത്രത്തോളം സെൽഫ് ലവ് ഉണ്ട്, സെൽഫ് ലവ് ഇല്ല എന്നതിനെ പറ്റിയിട്ടൊരു ബേസിക് അസംഷനിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, സോ ചെക്ക് ലിസ്റ്റ് ഇത്ര മതി. സെൽഫ് ലവ് എന്ന് പറയുമ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കോട്ടുണ്ട്. ഞാനൊരു പുസ്തകത്തിൽ വായിച്ചതാണ്. സെൽഫ് ലവ് ഈസ് ഇൻ ബിക്കമിങ് സമൺ ന്യൂ, ഇറ്റ്സ് അക്സെപ്റ്റിംഗ് ഹൂ യു ഓൾറെഡി ആർ വൈൽ കണ്ടിന്യൂയിങ് ടു ഗ്രോ. അതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കോട്ടാണ്. സൈക്കോളജിക്കലി പറയുമ്പോൾ സെൽഫ് ലവിന് ബേസിക്കലി 5 കോമ്പണൻസ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് അറിയാമോ? വെരി ഫസ്റ്റ് വൺ ഈസ് അക്സെപ്റ്റിംഗ് യുവർ സെൽഫ് ആസ് യു ആർ. അതായത് നിങ്ങളുടെ എല്ലാ ഡ്രോബാക്സ്, നിങ്ങളുടെ എല്ലാ പോരായ്മകളും കൂടി ചേർന്ന് നിങ്ങളായിട്ട് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളത്. നമ്പർ 2, റെസ്പെക്ടിങ് യുവർ ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ നീഡ്സ്. നമ്പർ 3, ഫോർഗിവിങ് യുവർ മിസ്റ്റേക്സ്. Number 4, setting and maintaining healthy boundaries always. Number 5, choosing self-growth over self-hate. These are the basic components of self-love. ഇത് ഏറ്റവും ഫണ്ടമെന്റൽസ് ആണ്, എസെൻഷ്യൽ ആയിട്ട് നിങ്ങൾക്ക് ഇത് ഉണ്ടായിരിക്കണം. ഓക്കെ, നമുക്ക് സെൽഫ് ലവിന് വേണ്ടി എന്തൊക്കെ ചെയ്യാമെന്ന് പറയുന്നതിന് മുമ്പ് ഈ സെൽഫ് ലവിനെ പറ്റിയിട്ടൊക്കെ കേട്ടിരുന്നിട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ എന്നറിയണ്ടേ? ഈ സെൽഫ് ലവ് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഇംപ്ലിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പ്രയോജനങ്ങൾ എന്ന് ഞാൻ ആദ്യം പറയാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് വല്ല കാര്യം ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ബാക്കി കണ്ടാൽ മതി കേട്ടോ. ഈ സെൽഫ് ലവ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിനെ അപ്പാടെ മാറ്റിയെടുക്കുന്ന ഒന്നുമല്ല കേട്ടോ. പക്ഷെ നമ്മൾ ഈ ലൈഫിനെ നോക്കിക്കാണുന്ന നമ്മുടെ പെർസ്പെക്റ്റീവ്സ് അല്ലേ, നമ്മൾ ഈ ലൈഫിനെ ഫീൽ ചെയ്യുന്നൊരു രീതിയില്ലേ, ഇതിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തി കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആയി എക്സ്പീരിയൻസ് ചെയ്യുന്നതിനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫിൽ നമ്മൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ? യു സ്റ്റോപ്പ് ചേസിങ് എവ്രി വൺസ് അപ്രൂവൽ. ഒരു ഡ്രസ്സ് എടുക്കണമെങ്കിൽ തന്നെ ഒരുപാട് പേരുടെ ഇഷ്ടവും സമ്മതവും ഒക്കെ ചോദിച്ചിട്ട് എടുക്കുന്ന ഒരാളാണോ നിങ്ങൾ? അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കണമെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട രീതിയിൽ ഒന്ന് ഒരുങ്ങണമെങ്കിൽ പോലും മറ്റുള്ള ഒരുപാട് പേരോട് കാര്യങ്ങൾ ചോദിക്കാറുണ്ടോ? ഇഷ്ടപ്പെട്ട ഒരു സ്റ്റാറ്റസ് ഇട്ടാലോ, എന്തെങ്കിലും ഒന്ന് പോസ്റ്റ് ചെയ്താലോ, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളൊക്കെ കേട്ട് നിങ്ങൾ അതിൽ നിന്ന് പല രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ വരുത്താനോ ഡിലീറ്റ് ചെയ്യാനോ അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാനൊക്കെ പോകാറുണ്ടോ? സെൽഫ് ലവ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആരുടെ അപ്രൂവലിന്റെ യാതൊരു ആവശ്യവും ഇല്ല. നിങ്ങൾ അങ്ങനെ ഒരു അപ്രൂവൽ എന്നൊരു സംഭവമേ നിങ്ങളുടെ മനസ്സിലുണ്ടാവില്ല. ബിക്കോസ് നിങ്ങളാണ് നിങ്ങളുടെ അൾട്ടിമേറ്റ് ഡിസിഷൻ മേക്കർ. നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത്. സോ യു വിൽ സ്റ്റോപ്പ് ചേസിങ് അതേഴ്സ് അപ്രൂവൽ. ഓക്കെ, ദാറ്റ് ഈസ് എ വെരി ഫസ്റ്റ് ബെനിഫിറ്റ്. ഇനി സെക്കൻഡ് ബെനിഫിറ്റ്, യു ബിക്കം ഇമോഷണലി സ്ട്രോങ്ങർ. ഒരുപാട് പേര് ഇമോഷണലി വളരെ സെൻസിറ്റീവ് ആയിരിക്കും അല്ലേ? നമ്മളെ പല കാര്യങ്ങളും, മറ്റുള്ളവരുടെ വാക്കുകളും പ്രവൃത്തികളും നോട്ടങ്ങൾ പോലും ഒരുപാട് ഇമോഷണലി ഹേർട്ട് ചെയ്യാനും വിഷമിപ്പിക്കാനും സങ്കടപ്പെടുത്താറൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് നല്ല രീതിയിൽ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയാൽ ഇമോഷണലി വളരെ സ്ട്രോങ്ങർ ആയിട്ട് നിങ്ങൾ ഫീൽ ചെയ്യും. നമ്പർ 3, ഒരു കുറ്റബോധവും ഇല്ലാതെ നോ പറയാൻ പറ്റും. അതായത് നിങ്ങൾ മനസ്സുകൊണ്ട് നോ
പറയണമെന്ന് ആഗ്രഹിച്ചാലും പല സന്ദർഭങ്ങളിലും അവരെന്ത് വിചാരിക്കും എന്ന് കരുതിയിട്ട് എസ് പറഞ്ഞുകൊണ്ടേ ഇരുന്നിട്ടുണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് ഗ്രേറ്റ് ആയിട്ടും അല്ലെങ്കിൽ ട്രൂ ആയിട്ടുള്ള ഒരു സെൽഫ് ലവ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കുറ്റബോധവും ഇല്ലാതെ നോ എന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റും. ഈ നോ പറയുമ്പം എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകരുത് കേട്ടോ. അങ്ങനെയാണ് ഈ നോ പറഞ്ഞ് പഠിക്കാൻ ശീലിച്ച് തുടങ്ങാൻ പോകുന്ന ഒരാളാണെങ്കിൽ എനിക്ക് പറയാനുള്ളത്, നോ പറഞ്ഞു തുടങ്ങുമ്പോൾ ഈ എക്സ്പ്ലെയിൻ ചെയ്യില്ലേ, നോ പറഞ്ഞിട്ട് അത് ഇതുകൊണ്ടാണ് അതുകൊണ്ടാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ള എക്സ്പ്ലെയിൻ ചെയ്യരുത്. അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഒരു തരത്തിൽ നമ്മൾ അവരുടെ ഒരു പെർമിഷൻ ചോദിക്കുന്ന പോലെയാണത്. അത് പാടില്ല. സോ നോ എക്സ്പ്ലനേഷൻ. വിത്തൗട്ട് എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് നോ പറയാൻ പറ്റണം. ഓക്കെ, സോ ഗ്രേറ്റ് ആയിട്ട് നിങ്ങൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നോ പറയാൻ വേണ്ടി പറ്റും. നമ്പർ 5, നമ്മളെ ഒരു മനുഷ്യനെ കൊണ്ട് കമ്പയർ ചെയ്യാൻ പാടില്ല. ഞാൻ എന്താണോ അത് എനിക്കറിയാം, അത് മതി. മറ്റൊരാൾ ആളുടെ ലൈഫാണ് ജീവിക്കുന്നത്. നമ്മുടെ സ്ട്രഗിൾസ് മറ്റുള്ളവരോട് കാണിക്കാത്ത പോലെ അവർ അവരുടെ സ്ട്രഗിൾസ് കാണിക്കുന്നില്ല. എന്ന് വെച്ചാൽ അവർ നമ്മൾ കാണുന്ന ഒരു പെർഫെക്റ്റ് ലൈഫ് നയിക്കുന്ന ഒരാളൊന്നും ആവണമെന്നില്ല. സോ ഒരിക്കലും ഒരു കാര്യത്തിനും നിങ്ങളെയും മറ്റൊരാളെയും തമ്മിൽ എന്ത് ചെയ്യാൻ പാടില്ല, കമ്പയർ ചെയ്യാൻ പാടില്ല, അല്ലേ? അത് നമ്മൾ എപ്പോഴും വിചാരിക്കും. പക്ഷെ നിങ്ങളത് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ, നിങ്ങൾ ഓട്ടോമാറ്റിക്കലി അത് സ്റ്റോപ്പ് ചെയ്യും. നിങ്ങൾക്ക് ഇങ്ങനെ കമ്പാരിസൺ വേണമെന്നേ തോന്നില്ല. നമ്പർ 6, യുവർ കോൺഫിഡൻസ് ബിക്കംസ് മോർ സ്റ്റേബിൾ. ഓക്കെ, നമ്മൾ പല സന്ദർഭങ്ങളിലും കോൺഫിഡൻസോടുകൂടി ഇരിക്കാൻ ശ്രമിക്കുമെങ്കിലും പല സന്ദർഭങ്ങളിലും നമുക്ക് ഒരു കോൺഫിഡൻസ് ഇല്ലാതെ ആയിപ്പോൾ. ബട്ട് ഇഫ് യു ഹാവ് ട്രൂ ലവ് വിത്ത് യുവർ സെൽഫ്, ഡെഫിനറ്റ്ലി യു വിൽ ബി കോൺഫിഡൻറ്റ് എനിവെയർ എനി ടൈം. നമ്പർ 8, യു വിൽ ഫോർഗീവ് യുവർ സെൽഫ് മോർ ഈസിലി. ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മളോട് പല കാര്യത്തോടും പൊറത്തു കൊടുക്കാൻ പറ്റാത്തത്, ചിലപ്പോൾ നമ്മൾ ഒരുപാട് ക്ഷമിച്ച് നിന്ന റിലേഷൻഷിപ്പിൽ നമുക്ക് നമ്മളോട് തന്നെ ചിലപ്പോൾ ഒരു വേദന തോന്നില്ലേ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ചെയ്ത തെറ്റുകളായിരിക്കാം, നമ്മൾ ശരികളെന്ന് വിചാരിച്ച് കടന്നു പോയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, എന്തോ ആയിക്കോട്ടെ. നമുക്ക് പറ്റിയിട്ടുള്ള എല്ലാ ഡൗൺഫോൾസിനും, നമ്മുടെ എല്ലാ സങ്കടങ്ങളോടും, നമുക്ക് പറ്റിയിട്ടുള്ള എല്ലാ അറിവില്ലായ്മകളോടും ഒക്കെ നമുക്ക് ഫോർഗീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉറപ്പായിട്ട് പറ്റും. സെൽഫ് ലവ് എന്നൊരു പ്രോസസ്സിൽ കൂടി കടന്നുപോയാൽ. നമ്പർ 9, യു വിൽ ബിക്കം മോർ അത്തൻറ്റിക്. ലൈക്ക് നമ്മൾ വേറെ ഏതെങ്കിലും കാര്യങ്ങളോടൊക്കെ പോയി ഫിറ്റ് ആവാൻ ട്രൈ ചെയ്യുന്നതിന് പകരം നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും ഒക്കെ ഓപ്പണായിട്ട് എക്സ്പ്രസ് ചെയ്യാനും അതിനുവേണ്ടി ശ്രമിക്കാനും അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കാനും ഒക്കെയുള്ള ഒരു പോയിന്റിൽ നമ്മുടെ ലൈഫ് എത്തും. ഓക്കെ, നമ്പർ 10, യു വിൽ ബിക്കം മോർ റെസിലിയൻറ്റ്. ചാലഞ്ചസ് ഒക്കെ ഇനിയും വരും, പക്ഷെ എന്ത് ചാലഞ്ചസ് വന്നാലും എത്രയൊക്കെ ഡിഫിക്കൽട്ടീസ് വന്നാലും എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും, എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ഐ എം ക്യാപ്പബിൾ എന്നുള്ള ഒരു സ്റ്റേബിൾ മൈൻഡ് സെറ്റിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റും. നമ്പർ 11, യുവർ റിലേഷൻഷിപ്സ് വിൽ ബി ഗ്രേറ്റ്. ലൈക്ക് എവറിത്തിങ് വിൽ ഇംപ്രൂവ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. അതായത് നമുക്ക് നമ്മളോട് നല്ല ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടെങ്കിൽ, ഞാൻ നല്ലതാണ്, മീൻസ് ഞാൻ കൈൻഡാണ് എന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരേക്കാളും സുപ്പീരിയർ ആണ്, അങ്ങനെയല്ല. നമുക്ക് നമ്മുടേതായിട്ടുള്ള യുണീക്ക് വേയിൽ നമ്മൾ ഒരുപാട് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളാണ് എന്നുള്ള ഒരു സ്നേഹവും കൈൻഡ്നെസ്സും കരുതലും റെസ്പെക്റ്റൊക്കെ നമ്മളോടുണ്ടെങ്കിൽ നമുക്കത് മറ്റുള്ള ആൾക്കാരോട് കാണിക്കാൻ പറ്റുള്ളൂ. സോ നമുക്ക് നമ്മളോടൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്താൽ ഉറപ്പായിട്ട് നമ്മുടെ ചുറ്റുമുള്ള എല്ലാത്തിനോടും നമുക്കൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ പറ്റും. നമ്പർ 12, യു വിൽ എൻജോയ് യുവർ സക്സസ് മോർ. കൊച്ചു സക്സസ് ആവട്ടെ, നമുക്കത് ആസ്വദിക്കാനും അക്സെപ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ വേദനിക്കുന്ന ഒരു ജീവിതം കുറേ നമ്മൾ കടന്നു പോകുമ്പം നമുക്ക് സക്സസ് ഒന്നും നമ്മളത്ര മുഖവിലേക്ക് എടുക്കില്ല, നമുക്ക് അതിന് അത്ര വാല്യൂ കൊടുക്കാൻ തോന്നണമെന്നില്ല. പക്ഷെ നമുക്ക് വരുന്ന ഫെയിലിയേഴ്സ് നമ്മൾ ഭയങ്കരമായിട്ട് ബാധിക്കുകയും ചെയ്യും. അതൊന്നും ഓപ്പോസിറ്റ് ആവും. നമുക്ക് ഗ്രേറ്റ് ആയിട്ട് സെൽഫ് ലവ് കീപ്പ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ഫെയിലിയേഴ്സിനൊന്നും അത്ര കാര്യമായിട്ട് എടുക്കാതിരിക്കാനും, എന്നാൽ നമ്മുടെ സക്സസ് അത് എത്ര ചെറുതായിക്കോട്ടെ, ഒരു കൊച്ചു നേട്ടം ആയിക്കോട്ടെ, ഒരു കൊച്ചു പ്രൗഡ് മൊമെന്റ് ആയിക്കോട്ടെ, നമുക്കത് പൂർണ്ണമായിട്ടും ആസ്വദിക്കാനും അക്സെപ്റ്റ് ചെയ്യാനും പറ്റും. നമ്പർ 13, അതാണ് എൻ്റെ ഹിറ്റ് ഫേവറേറ്റ് കേട്ടോ. അതായത് നമുക്ക് നമ്മുടെ ഇന്നർ പീസ് അത് നമുക്ക് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വളരെ ഡീപ്പായിട്ട്, വളരെ സ്റ്റേബിളായിട്ടുള്ള, വളരെ കാമായിട്ടുള്ള ഒരു പീസ്ഫുൾനെസ്, ഒരു സമാധാനം നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യും. അതിനുശേഷം നമ്മുടെ മനസ്സ് സെൽഫ് ക്രിറ്റിസിസത്തിന് വേണ്ടിയിട്ട് കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്യുള്ളൂ, ചിലപ്പോൾ ഒട്ടും ടൈം സ്പെൻഡ് ചെയ്തിരിക്കില്ല. പക്ഷെ നമ്മളെ കുറച്ചുകൂടി പാമ്പർ ചെയ്യാനൊക്കെ പറ്റി നമ്മൾ ഭയങ്കര പീസ്ഫുള്ളായിട്ട് എനിക്ക് ഞാൻ മതി, എനിക്ക് ഞാനുണ്ടല്ലോ, വളരെയധികം ഒരു പീസ് മനസ്സിന് ഫീൽ ചെയ്ത് അത് ശരിക്കും അതൊരു ബ്യൂട്ടിഫുൾ അനുഭവമാണ് കേട്ടോ. നിങ്ങളൊക്കെ അത് എക്സ്പീരിയൻസ് ചെയ്യണം ഉറപ്പായിട്ടും. ഇതിൽ നിന്നൊക്കെ എന്ത് മനസ്സിലാക്കാം, സെൽഫ് ലവ് എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങൾ ആരാണ് എന്നുള്ളതിനെ ചേഞ്ച് ചെയ്ത് മാറ്റുന്ന ഒന്നല്ല, മറിച്ച് ഹൗ യു ട്രീറ്റ് യുവർ സെൽഫ്. നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന രീതി മാറും. സോ ദ പോയിന്റ് ഇസ്, സെൽഫ് ലവ് ഡസന്റ് ചേഞ്ച് ഹൂ യു ആർ, ഇറ്റ് ചേഞ്ചസ് ഹൗ യു ട്രീറ്റ് യുവർ സെൽഫ്. നമ്മുടെ ലൈഫിന്റെ ക്വാളിറ്റി
നമ്മളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൻ്റെ ക്വാളിറ്റിയുമായിട്ട് വളരെ ക്ലോസ്ലി കണക്റ്റഡ് ആണ്. നമുക്ക് നമ്മളുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ഒരുപാട് ലോ ലെവലായിരിക്കും. യു ക്യാൻ ക്ലാസിഫൈ സെൽഫ് ലവ് ഇൻ ടു ഡിഫറെൻറ്റ് ഡയമെൻഷൻസ്. അതായത് ഡിഫറെൻറ്റ് ഡയമെൻഷൻസിൽ നമുക്ക് ഈ സെൽഫ് ലവ് എന്താണെന്ന് നോക്കാം. ഓക്കെ, സോ ദ വെരി ഫസ്റ്റ് വൺ, ഫിസിക്കലി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ ഈ ശരീരം എന്ന് പറയുന്നതാണ് നമ്മൾ താമസിക്കുന്ന നമ്മുടെ വീട്. യുവർ ബോഡി ഈസ് യുവർ ഹോം. സോ വി ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം അവർ ഹോം ഇറ്റ് സെൽഫ്. കെയറിങ് യുവർ ബോഡി വിത്ത് റെസ്പെക്ട്. അതാണ് ഫിസിക്കൽ സെൽഫ് ലവിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, റെസ്പെക്റ്റ് ഇല്ലാത്ത ഒരു കാര്യവും നിങ്ങൾ നിങ്ങളോട് ചെയ്യരുത്. അത് നിങ്ങളുടെ ഹെയർ കോംബ് ചെയ്യുന്നതായാലും, നിങ്ങൾ ഡ്രസ്സ് ചെയ്യുന്നതിൻ്റെ സ്പീഡാണെങ്കിലും, നിങ്ങളുടെ ശരീരം ക്ലീനായി സൂക്ഷിക്കുന്നതാണെങ്കിലും, നിങ്ങൾ ബ്രഷ് ചെയ്യുന്നതിൻ്റെ സ്പീഡ് മുതൽ അങ്ങനെ എല്ലാ കാര്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മൾ നമ്മുടെ ബോഡിയെ എത്രത്തോളം നല്ല രീതിയിൽ റെസ്പെക്റ്റോടുകൂടി കെയർ ചെയ്യുന്നു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. നല്ല ഉറക്കം കിട്ടണം, നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് നമുക്ക് ഉണ്ടായിരിക്കണം. ഡയറ്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ കഴിക്കാതിരിക്കുന്നതെന്നല്ല, എല്ലാം നമുക്ക് ഇഷ്ടമുള്ള എല്ലാ ആഹാരങ്ങളും കഴിക്കുക, മിനിമലായിട്ട് കഴിക്കുക, പറ്റുന്ന പോലെ ചെറിയ വാമപ്പ് എക്സസൈസ് എങ്കിലും ചെയ്യുക. കുറച്ചുകൂടി നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യാൻ പറ്റിയാൽ നല്ലതാണ്. കാരണം നമ്മുടെ യങ് ടൈമിൽ ഒരിക്കലും അതൊരു വലിയ നീഡായിട്ട് തോന്നില്ല. പക്ഷേ ഒരു കാലം കഴിയുമ്പോൾ നമുക്കൊരു മേ ബി മിഡിൽ ഏജ് ഒക്കെ കഴിയുമ്പോൾ നമുക്ക് എന്തായാലും ചിലപ്പോൾ ഒരു വ്യായാമത്തിൻ്റെ ദിനചര്യയിലൂടെ കടന്നു പോകേണ്ടി വരും. ആ ഒരു സമയത്ത് നമുക്ക് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ടായിരിക്കും. സോ നമ്മളുടെ നല്ല സമയത്തെ, നമ്മൾ കുറച്ച് നല്ല ചെറുപ്പമായിരിക്കുന്ന സമയത്തെ നമ്മൾ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്തിരുന്നാൽ നമുക്ക് നല്ലതേ വരത്തുള്ളൂ. നമ്മുടെ ശരീരം എപ്പോഴും നല്ല ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുക. പലരും ഇഗ്നോർ ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരുമ്പോൾ വെച്ചുകൊണ്ടിരിക്കുക, സെൽഫായിട്ട് എന്തെങ്കിലുമൊക്കെ കാണിച്ചു വിട്ടുക. അങ്ങനെ ചെയ്യരുത്. നിങ്ങൾക്ക് പറ്റുന്നത് പോലെ നിങ്ങളൊരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് നോക്കുക. അതിനെന്താണോ മെഡിസിൻ വേണ്ടത്, അല്ലെങ്കിൽ എന്താണോ ഒരു ഡോക്ടർ അഡ്വൈസ് ചെയ്യുന്നത്, അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ ബോഡിയെ നിങ്ങൾ കെയർ ചെയ്യുക. അത് ഏത് തരത്തിലുള്ള, ചിലപ്പോൾ നിങ്ങൾക്ക് ഗട്ട് റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടായിരിക്കും. നിങ്ങൾ ചിലപ്പം പുറത്തധികം പറയാൻ ഇഷ്ടപ്പെടില്ല, അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റിന് പോകണ്ട, മാനേജ് ചെയ്യാമെന്ന് വിചാരിക്കും. പക്ഷെ അതൊക്കെ നമ്മുടെ ഗട്ട് നമ്മുടെ ബ്രെയിനും തമ്മിൽ വളരെയധികം കണക്റ്റഡ് ആണ്. സോ അതൊക്കെ നമ്മുടെ ചിന്തകളെയും നമ്മുടെ ജീവിതത്തെയൊക്കെ ഒരുപാട് ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ബാധിച്ചു തുടങ്ങും. അതുകൊണ്ട് എന്ത് തന്നെ ബുദ്ധിമുട്ടും ഡിസ്കംഫേർട്ടും ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ ഒരിക്കലും വെച്ചുകൊണ്ടിരിക്കാതെ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. സോ നമ്മുടെ ഫിസിക്കൽ സെൽഫ് ലവിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? സെൽഫ് ലവ് സ്റ്റാർട്ട് ചെയ്യണം. ഇനി സെക്കൻഡ് ഡയമെൻഷൻ ഇമോഷണൽ സെൽഫ് ലവ് ആണ് അല്ലേ. ഈ ഇമോഷൻസ് ആണ് പലപ്പോഴും നമ്മുടെ കൺട്രോളിൽ നിൽക്കാത്തതും നമ്മളെ വല്ലാത്ത അവസ്ഥകളിൽ കൊണ്ടുപോയി എത്തിക്കുന്നതും. സോ ഇമോഷണൽ സെൽഫ് ലവ് ഇസ് സംതിങ് നമുക്ക് ഇരുന്ന് ചിന്തിക്കേണ്ട കാര്യമാണത് ഇമോഷണൽ സെൽഫ് ലവ് എന്ന് പറയുന്നത്. ഇമോഷൻസിനെ ഈ സപ്രസ് ചെയ്ത് കൊണ്ട് നടക്കുന്ന ഒരാളാണെങ്കിൽ അത് നിങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റാണ്. ഒരിക്കലും നമ്മുടെ ഇമോഷൻസിനെ സപ്രസ് ചെയ്ത് കൊണ്ട് നടക്കുന്നത്, മറിച്ച് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും അക്സെപ്റ്റ് ചെയ്യാനും ശ്രമിക്കുക എന്നുള്ളതാണ്. ഈ ഒരു കാര്യത്തിൽ നിന്ന് ഒളിച്ചു പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ ലൈഫ് ലോങ് ഓടിക്കൊണ്ടിരിക്കും. സോ നമുക്ക് ഏത് തരത്തിലുള്ള ഇമോഷൻസ് ആണെങ്കിലും അതിനെ മനസ്സിലാക്കാനും അതിനെ അക്സെപ്റ്റ് ചെയ്യാനും നമുക്ക് പറ്റും. നിങ്ങൾക്ക് ദേഷ്യമോ സങ്കടമോ പേടിയോ ഒക്കെ വരുമ്പോൾ അതിൽ കൂടി കടന്നു പോവുക. ഒരിക്കലും ഒന്നിനോട് ഒരു എസ്കേപ്പിസം കാണിക്കരുത്. ദേഷ്യമാവട്ടെ, സങ്കടമാവട്ടെ, സന്തോഷമാവട്ടെ, ഗോ ത്രൂ ദാറ്റ്, എക്സ്പീരിയൻസ് ദാറ്റ്. നമ്മൾ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമാണ് ഇതിൽ കൂടി കടന്നു പോകാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മളിപ്പോൾ ഒരു ഷോർട്ട് കട്ട് എടുത്ത് ഇതിനെ ഫേസ് ചെയ്യാതിരുന്നാൽ ഇന്നല്ലെങ്കിൽ നാളെ വീണ്ടും ഇത് തന്നെ റിപ്പീറ്റഡ് ആയിക്കൊണ്ടിരിക്കും. സോ നമുക്കിത് എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ കിട്ടണമെങ്കിൽ ജസ്റ്റ് ടു ഗോ ത്രൂ അവർ ഇമോഷൻസ്. നെക്സ്റ്റ് ഇസ് പ്രാക്ടീസിങ് സെൽഫ് കമ്പാഷൻ. കമ്പാഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്നേഹത്തോടെ ചെയ്യുന്ന ആക്ഷൻസ് ആണ് കമ്പാഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ നമ്മുടെ ഇമോഷൻസിനെ ഒരു വെൽബീയിങ് സ്റ്റേജിലൂടെ കടന്നു പോകാനും അതിൽ നിലനിർത്താനും വേണ്ടിയിട്ട് നമ്മൾ വളരെ കമ്പാഷനേറ്റ് ആയിരിക്കണം ഇമോഷണലി. ഒരിക്കലും നിങ്ങളെ വളരെ ഹാർഷായിട്ട് ജഡ്ജ് ചെയ്യാൻ പാടില്ല. ഇനി എന്ത് തന്നെ സന്ദർഭങ്ങൾ ഉണ്ടായിക്കോട്ടെ, ആര് തന്നെ എങ്ങനെയാണെങ്കിലും നിങ്ങളെക്കുറിച്ച് പറഞ്ഞോട്ടെ, പക്ഷെ നിങ്ങൾ ഒരിക്കലും നിങ്ങളെക്കുറിച്ച് ഹാർഷായിട്ട് ജഡ്ജ് ചെയ്യാൻ പാടില്ല. ബി കൈൻഡ് ടു യുവർ സെൽഫ്. ഈ സ്ട്രെസ്സും ആങ്സൈറ്റിയും പോലുള്ള കാര്യങ്ങൾ ഇന്ന് വളരെ കോമൺ ആണ്. നമ്മുടെ ജീവിത സാഹചര്യങ്ങളും വളരെ ചാലഞ്ചിങ് ആണ്. അത്തരം അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതൊക്കെ അങ്ങ് പോവും എന്നുള്ള രീതിയിൽ നിസ്സാരവൽക്കരിക്കാതെ അതിനെപ്പറ്റി എഡ്യൂക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് സെൽഫായിട്ട് അത് മനസ്സിലാക്കുക, എന്താണ് എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉള്ള അവസ്ഥ ഉണ്ടാകുന്നത് മനസ്സിലാക്കാനും അതിന് വേണ്ട പരിഹാരങ്ങൾ കണ്ടെത്താനും ശ്രമിക്കുക. ഇപ്പോൾ ഒരാളുടെ അവസ്ഥയും ആ ഡിപ്രഷൻ അല്ലെങ്കിൽ ആങ്സൈറ്റി ഉണ്ടാക്കുന്ന ട്രിഗറിങ് ഫാക്ടേഴ്സ് മറ്റൊരാളിൽ നിന്ന് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ജനറലായിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു കോപ്പിംഗ് മെക്കാനിസം ഒന്നും പറഞ്ഞു തരാൻ പറ്റില്ല. പക്ഷേ നമ്മൾ നമ്മുടെ വഴി കണ്ടെത്തണം. നമ്മളിപ്പോൾ ഏത് തരത്തിലുള്ള ചാലഞ്ചസ് ആണോ ഫേസ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോയി അത് ഒന്ന് സെറ്റിൽ ചെയ്യാനും മാനേജ് ചെയ്യാനും നമ്മൾ ഉറപ്പായിട്ട് നമ്മളായിട്ടൊരു വില്ലിങ്നെസ് അതിന് കാണിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Your feelings matters. Third dimension is mental self-love. So like your mind deserves peace.
സോ പീസ് തരാത്ത, നിങ്ങളെ പീസിനെ അഫക്റ്റ് ചെയ്യുന്ന ഒന്നും നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾക്ക് അൾട്ടിമേറ്റ്ലി വേണ്ടത് എന്താണ്? സമാധാനമാണ്, അല്ലേ? നിങ്ങളുടെ മനസ്സിന് വേണ്ടത് സമാധാനമാണ്. അതെങ്ങനെ നമുക്ക് സമാധാനം കിട്ടും? ത്രൂ പ്രൊട്ടക്റ്റിംഗ് യുവർ തോട്ട്സ് ആൻഡ് മൈൻഡ്സ്. ശരിക്കും പലരും അവരുടെ മനസ്സിൻ്റെ ഒരു ജയിലിൽ, തടവറയിലാണ്. ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ അറിയാം. അപ്പോൾ അതിൽ നിന്ന് നമ്മളെ പുറത്ത് കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെ മാത്രം ഉത്തരവാദിത്വമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നമ്മുടെ നെഗറ്റീവ് സെൽഫ് ടോക്ക് സ്റ്റോപ്പ് ചെയ്യണം. അയ്യോ ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്, എനിക്ക് അങ്ങനെ പറ്റുന്നുള്ളൂ, ഞാൻ ഇങ്ങനെ ആയിപ്പോയി, അങ്ങനെയൊക്കെയുള്ള നെഗറ്റീവ് സെൽഫ് ടോക്ക് സ്റ്റോപ്പ് ചെയ്യണം. ലേണിംഗ് ന്യൂ സ്കിൽസ്. നമുക്ക് എപ്പോഴും ഒരുപാട് പുതിയ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാനും അറിയാനും ഒക്കെ പറ്റും. അപ്പോൾ പുതിയ കാര്യങ്ങൾ അറിയാനും പഠിക്കാനും ഒക്കെ പഠിച്ചെടുക്കുക. ശ്രമിക്കുക മാത്രമല്ല, അത് പഠിച്ചെടുക്കുക. പിന്നെ നമുക്ക് പലതരത്തിലുള്ള ജോലികൾ ഉണ്ടായിരിക്കും. അതായത് നമ്മുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട റെസ്പോൺസിബിലിറ്റീസ് തരുന്ന ജോലികളുണ്ടല്ലോ. നമ്മൾ ഓൾറെഡി അതിൽ ലോക്ക്ഡ് ഇൻ ആയിരിക്കും. ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് റെസ്റ്റ് വേണ്ട സമയത്ത് റെസ്റ്റ് എടുക്കണം. ഉറപ്പായിട്ടും ഈ റെസ്റ്റ് നമ്മൾ വേണമെന്ന് വിചാരിച്ചാൽ നമുക്ക് കിട്ടും. ഇനി എത്ര തിരക്കാണെങ്കിലും എനിക്ക് എൻ്റെ ലൈഫ് ബാലൻസ് ചെയ്യാനുള്ള സമയം കഴിഞ്ഞിട്ട് മതി എന്ന് ഒരു തീരുമാനം എടുക്കാനും പ്രവർത്തിക്കാനും നമുക്ക് കഴിയണം. ഫോർത്ത് ഡയമെൻഷൻ ഈസ് സോഷ്യൽ സെൽഫ് ലവ്. നിങ്ങൾക്ക് ഹെൽത്തി ആയതും റെസ്പെക്ട്ഫുൾ ആയതുമായിട്ടുള്ള റിലേഷൻഷിപ്സും അതുപോലെ തന്നെ കോൺവെർസേഷൻസ് മാത്രം മതി നിങ്ങളുടെ ജീവിതത്തിൽ. നിങ്ങളൊരു ഫംഗ്ഷന് പോകുന്നു, നിങ്ങൾ ഇറിറ്റേറ്റ് ചെയ്യിക്കുന്ന ചോദ്യങ്ങൾ ഉണ്ടാവുന്നു, അപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് ടൈം ഫംഗ്ഷൻസിന് പോകണ്ടെന്ന് തീരുമാനിക്കുന്നു. അതൊരു റോങ് വേ ആണ്. അങ്ങനെയല്ല വേണ്ടത്. നിങ്ങൾക്ക് ഇറിറ്റേറ്റ് ചെയ്യുന്ന ചോദ്യങ്ങൾ ഉണ്ടാകുന്ന സോഴ്സിനോട് അതേ തരത്തിലുള്ള ചോദ്യങ്ങൾ തിരിച്ച് ചോദിക്കാം. അപ്പോൾ അവർ ചിലപ്പോൾ നിങ്ങളെ ലേബൽ ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും തിരിച്ച് പറയുമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിനൊരു ശക്തി ഉണ്ടാവണം, അതൊന്ന് മാനേജ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. ഒന്നുമില്ലെങ്കിൽ അവരിനി മറ്റൊരാളോട് ആ ചോദ്യം ചോദിക്കാനോ അല്ലെങ്കിൽ നെക്സ്റ്റ് ടൈം നമ്മളെ കാണുമ്പോൾ അതേപോലെ ഇറിറ്റേറ്റ് ചെയ്യാൻ വരാതിരിക്കാനൊക്കെ അത് സഹായിക്കും. ജീവിതമാകുമ്പോൾ കുറച്ചൊക്കെ ധൈര്യം വേണം ജീവിക്കാൻ വേണ്ടിയിട്ട്. സോ ഒരു സോഷ്യൽ സർക്കിളിൽ നമ്മൾ പെടുമ്പോൾ നമ്മളെ അവിടെ ഇറിറ്റേറ്റ് ചെയ്യാൻ വരുന്ന, അസ്വസ്ഥപ്പെടുത്താൻ വരുന്ന ഒന്നിനെ എൻ്റർടൈൻ ചെയ്യിക്കാതിരിക്കുക. അതിനെ കൺട്രോൾ ചെയ്യാനും പഠിക്കുക. നമ്മൾ ആരുടെ ലൈഫിൽ പോയി കൺട്രോൾ ചെയ്യുന്നില്ലല്ലോ. നമ്മളോട് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന് നല്ല മറുപടി കൊടുക്കുക. സെയിം ടൈം പൊളൈറ്റായിട്ടും സെയിം ടൈം ഫേം ആയിട്ടും മറുപടി കൊടുക്കാൻ നമുക്ക് പറ്റും. നോട്ട് റൂഡ് ബട്ട് ഫേം. ഓക്കെ, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ മാത്രം സമയം സ്പെൻഡ് ചെയ്യുക അവരോട്. ഇനി സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലെങ്കിൽ നമ്മളുണ്ടല്ലോ, ദാറ്റ്സ് ഇനഫ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള സംഭാഷണങ്ങളുള്ള സർക്കിളിൽ നിൽക്കുക. നല്ല കാര്യങ്ങൾ സംസാരിക്കുന്ന ആളുകളുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യുക. മോശം ഇടങ്ങളിൽ പോയി പെടുമ്പോൾ നമ്മുടെ മൈൻഡ് ഒരു തരം ഡസ്റ്റ്ബിൻ പോലെ എല്ലാ നെഗറ്റിവിറ്റിയും കൂടെ എടുത്ത് വെച്ച് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അല്ലെങ്കിൽ നമുക്കൊരു 1000 ചാലഞ്ചസ്, പ്രോബ്ലംസ് ലൈഫിലുണ്ടായിരിക്കും. സോ നമ്മുടെ ആ ഒരു സോഷ്യൽ ആയിട്ടുള്ള വെൽബീയിങ് ഹെൽത്തി ആയിട്ട് സൂക്ഷിക്കുക. അതാണ് സോഷ്യൽ സെൽഫ് ലവ് എന്നതിൽ കൂടി പറയുന്നത്. ഫിഫ്ത്ത് വൺ ഇസ് സ്പിരിച്വൽ സെൽഫ് ലവ്. ആ സ്പിരിച്വൽ തോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും റിലീജിയസ് ബേസോ മറ്റെന്തെങ്കിലും ബേസ്ഡോ ആവണമെന്നില്ല. പക്ഷെ നിങ്ങൾ റിലീജിയസ്ലി ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ. ഇനി റിലീജിയസ്ലി അല്ല, നിങ്ങൾ അങ്ങനെയുള്ള കാര്യത്തിൽ അത്രത്തോളം കണക്റ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ. ഇങ്ങനെയാണെങ്കിൽ ദ കോൺസെപ്റ്റ് ഈസ് ലൈക്ക്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ഹോമാണ് നമ്മുടെ ശരീരം. ഈ ശരീരത്തിനുള്ളിലുള്ള സോളാണ് നമ്മൾ. ആ ഒരു ബേസിക് കോൺസെപ്റ്റ് ഇരിക്കുക, ആ ഒരു സ്പിരിച്വൽ ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കുക. ഓക്കെ, കണക്റ്റിംഗ് വിത്ത് യുവർ വാല്യൂസ് ആൻഡ് പേർപ്പസ് ഓഫ് ലൈഫ്. അതായത് നമുക്ക് നമ്മുടേതായിട്ടുള്ള വാല്യൂസ് ഉണ്ട്, നമുക്ക് ജീവിക്കുമ്പോൾ നമ്മുടേതായിട്ടുള്ള പേർപ്പസ് ഉണ്ട് നമ്മുടെ ലൈഫിന്, അല്ലേ? നിങ്ങൾ ഇഷ്ടമുള്ള രീതിയിൽ മെഡിറ്റേഷൻ ചെയ്യുക. അതായത് പ്രാർത്ഥിക്കാൻ ഉള്ള ഹാബിറ്റ് ഉള്ളവരാണെങ്കിൽ പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഏറ്റവും മോറൽ വാല്യൂസ് തരുന്ന ബുക്സ് അത് വായിക്കാൻ ശ്രമിക്കുക. അതുപോലെയുള്ള പാട്ടുകളോ മറ്റുള്ള കാര്യങ്ങളോ നിങ്ങൾക്ക് സമാധാനം തരുന്നുണ്ടെങ്കിൽ അത് കേൾക്കാൻ ശ്രമിക്കുക. സമാധാനമായി കുറച്ച് നേരം കണ്ണടച്ചിരുന്ന് മെഡിറ്റേറ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ചെയ്യുക. ഇനി ഒന്നും കഴിയിട്ടില്ലെങ്കിൽ ഈ മെഡിറ്റേഷൻ കുറച്ച് സമയം സമാധാനത്തോടെ നമ്മളുടെ കൂടെ കണ്ണടച്ചിരുന്ന് നമുക്കൊന്ന് മെഡിറ്റേറ്റ് ചെയ്യാൻ നമുക്ക് ഉറപ്പായിട്ട് കഴിയണം. നെക്സ്റ്റ് തിങ് ഇസ് ഗ്രാറ്റിറ്റ്യൂഡ്. നമുക്ക് എല്ലാ കാര്യങ്ങളോടും ഒരു ഗ്രേറ്റ്ഫുൾനെസ് ഉണ്ടായിരിക്കുക. നമ്മൾ ഗ്രേറ്റ്ഫുൾ ആവുക. നമ്മളൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്ന് വിചാരിച്ചാലും ശരിക്കും നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ പ്രിവിലേജ്ഡ് അല്ലേ. അറ്റ്ലീസ്റ്റ് നമ്മൾ ജീവിച്ചിരിക്കുന്ന എബിലിറ്റി ഉള്ള രീതിയിൽ നമ്മൾ ഇന്നും ഈ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്നു എന്നുള്ളൊരു മിനിമൽ പ്രിവിലേജ് എങ്കിലും നിങ്ങൾക്കുണ്ട്. നിങ്ങളൊന്ന് കൗണ്ട് ചെയ്യാൻ നോക്കിയാൽ, ഒന്ന് എഴുതാൻ ശ്രമിച്ച് നോക്കിയാൽ യു വിൽ ഗെറ്റ് ലോട്ട് ഓഫ് തിങ്സ് നിങ്ങൾക്ക് ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കാനുള്ളത്. സോ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു
ഒരു സൂത്തനിങ് സംഭവമാണ്, ഭയങ്കര ഹീലിംഗ് ആയിട്ടുള്ള ഒന്നാണ് നമുക്ക്. അത് സ്പിരിച്വൽ സെൽഫ് ലവിനെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും കേട്ടോ. ലിവിങ് അക്കോർഡിംഗ് ടു യുവർ വാല്യൂസ്. ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു വാല്യൂസ് ഉണ്ട്, നമ്മുടേതായിട്ടുള്ള ഒരു ഐഡിയോളജിയിൽ നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുക. വേറെ ആരും അത് നമ്മുടെ ജീവിതം ജീവിച്ച് തരില്ല. നമ്മുടെ കഷ്ടപ്പാടുകൾ നമ്മൾ ഒറ്റയ്ക്കല്ലേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ സങ്കടപ്പെടുമ്പോൾ നമുക്ക് ആരുണ്ട്, നമ്മൾ പൂർണ്ണമായി മനസ്സിലാക്കാൻ ആരുമില്ല. സോ വേറുള്ളവരുടെ മൊറാലിറ്റി ഒന്നും നമ്മൾ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ശരിയെന്ന് തോന്നുന്നതിൽ ഉറച്ചു വിശ്വസിച്ച് നമ്മുടെ വാല്യൂസുമായിട്ട് നമ്മൾ ജീവിക്കുക. പിന്നെ എല്ലാവർക്കും പറ്റണമെന്നില്ല. അതായത് ഫൈൻഡിങ് പേർപ്പസ് ബിയോണ്ട് എക്സ്റ്റേണൽ സക്സസ്. പുറമേ എല്ലാവർക്കും സക്സസ് ഉണ്ടാകുന്ന മേഖലകളിലൊന്നും നമ്മൾ സക്സസ്ഫുൾ ആയില്ലെങ്കിലും നമ്മുടെ ഇന്നർ മൈൻഡിൽ, ഇന്നർ പീസിൽ നമുക്ക് സക്സസ്ഫുൾ ആയതായിട്ടുള്ള ഒരു ഫീലിംഗ് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അത് ഇനഫാണ്. അതും സ്പിരിച്വൽ സെൽഫ് ലവിൻ്റെ ഒരു ഭാഗമാണ്. നെക്സ്റ്റ് ഡയമെൻഷൻ ഈസ് ഗ്രോത്ത് ബേസ്ഡ് സെൽഫ് ലവ്. അത് പ്രൊഫഷണലി ആവാം, പേഴ്സണലി ആവാം. അതായത് നിങ്ങളൊരു മേഖലയിൽ ജോലി നേടിയ ഒരാളാണെങ്കിൽ ഓൾറെഡി നിങ്ങൾ അവിടെ ക്വാളിഫൈഡ് ആണ്. ബട്ട് സ്റ്റിൽ നിങ്ങൾ ലേൺ ചെയ്തുകൊണ്ടിരിക്കുക, അതായത് കാര്യങ്ങൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക, നിങ്ങളുടെ നോളജ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ചെയ്യുന്ന തൊഴിൽ മേഖലകളിലോ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലോ മിസ്റ്റേക്സ് ഒക്കെ വരുമ്പോൾ, തെറ്റുകളൊക്കെ പറ്റുമ്പോൾ അതും നിങ്ങളുടെ ഒരു ജേർണിയുടെ ഭാഗമായിട്ട് ആണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകണം. ഒരിക്കലും പെർഫെക്ഷനെ ചേസ് ചെയ്യരുത്. ഇൻസ്റ്റഡ് യു ഓൾവേസ് നീഡ്സ് ടു ഫോക്കസ് ഓൺ പ്രോഗ്രഷൻ. അതായത് ഇന്നലെയുള്ള നിങ്ങളിൽ നിന്നും ഇന്നുള്ള നിങ്ങൾ കുറച്ചുകൂടി ബെറ്റർ ആണോ, ദാറ്റ് ഇസ് വാട്ട് മാറ്റേഴ്സ്. അല്ലാതെ ഞാൻ എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് ആണോ, എല്ലാ രീതിയിലും ക്ലീൻ വേ ഓഫ് പെർഫെക്ഷൻ ഉണ്ടോ, അങ്ങനെ ഒന്നുമില്ല. പെർഫെക്ഷൻ ഉള്ളതേ ഇല്യൂഷനാണെന്ന് ഞാൻ പറയുള്ളൂ. സോ പ്രോഗ്രഷൻ ദാറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് ദാൻ പെർഫെക്ഷൻ. 7th one is, അതുണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും, ജീവിക്കാൻ പറ്റും. ദാറ്റ് ഈസ് ഫിനാൻഷ്യൽ സെൽഫ് ലവ്. എല്ലാവർക്കും ഒരുപാട് നോളജും എഡ്യൂക്കേഷനൊക്കെ ഉണ്ടായിരിക്കും, പക്ഷേ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ എത്ര പേർക്കുണ്ട് എന്നുള്ളത് വളരെയധികം നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ലോങ് ടേം ആയിട്ട് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ചോയ്സസ് വേണം നമ്മൾ എപ്പോഴും ഫിനാൻഷ്യലി മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് കിട്ടുന്ന ക്വിക്ക് പ്ലഷർ മൊമെൻറ്റ്സിനെക്കാളും നമുക്ക് ലോങ് ടേം നമ്മുടെ ലൈഫിന് ഒരു സപ്പോർട്ട് ആവാനും തണലാവാൻ പറ്റുന്ന രീതിയിൽ വേണം നമ്മൾ ഓരോ നിമിഷവും ചോയ്സസ് എടുക്കാൻ വേണ്ടിയിട്ട്. എപ്പോഴും പറ്റുന്നത് പോലെ സേവ് ചെയ്യാൻ ശ്രമിക്കുക. അൺനെസസറി ആയിട്ട് യാതൊരു കടബാധ്യതകളും ഉണ്ടാക്കി വെക്കാതിരിക്കുക. നമ്മുടെ വാല്യൂസും നമ്മുടെ ഇൻകവുമായിട്ട് ലൈൻഡ് ആയിട്ടുള്ള രീതിയിൽ മാത്രം നമ്മുടെ സ്പെൻഡിങ് പോവുക. അത് എപ്പോഴും ഒന്ന് ട്രാക്ക് ചെയ്യുക. എപ്പോഴും ചിന്തിക്കുക, മൈ ഫ്യൂച്ചർ മാറ്റേഴ്സ്, മണി മാറ്റേഴ്സ്. സോ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് ഒരു ഫിനാൻഷ്യൽ സെൽഫ് ലവ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ സെൽഫ് ലവ് എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റൂ സന്തോഷത്തോടു കൂടി. പൈസ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. സോ സെൽഫ് ലവ് എന്നത് നമ്മൾ കാര്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ഉള്ള ഇൻകം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റൊരാളെയും പണത്തിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ള ഒരു മൈൻഡ് സെറ്റും നമ്മുടെ ലൈഫ് ലോങ് ടൈം സ്റ്റേബിൾ ആയിട്ടിരിക്കാനുള്ള ഫിനാൻഷ്യൽ ചോയ്സസ് എടുക്കേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റാണ്. സെൽഫ് ലവ് എന്ന് പറയുന്ന ഒരു ഫീലിംഗ് മാത്രമല്ല, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് സമയം നമുക്ക് വേണ്ടി മാറ്റി വെച്ച് വെറുതെ ഇരിക്കുന്നതോ റിലാക്സ്ഡ് ആവുന്നതോ മാത്രമല്ല, മറിച്ച് നമ്മൾ നമ്മുടെ ബോഡിയെ എത്രത്തോളം റെസ്പെക്റ്റ് ചെയ്യുന്നു എന്നതാണ്, നമ്മൾ ഫിനാൻഷ്യലി എത്രത്തോളം വൈസ് ആയിട്ടുള്ള ചോയ്സസ് എടുക്കുന്നു എന്നുള്ളതാണ്, നമ്മുടെ ഇമോഷൻസിന് നമ്മൾ എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യുകയും അഡാപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ്, നമ്മുടെ സോഷ്യൽ വെൽബീയിങ്ങിൽ നമ്മൾ എത്രത്തോളം സെലക്റ്റീവ് ആകുന്നു എന്നുള്ളതിലാണ്. മോർ ഓവർ നമ്മുടെ വാല്യൂസിനെയും നമ്മുടെ മൈൻഡിനെയും നമ്മുടെ മനസ്സമാധാനത്തിനെയും വേറൊരാളും തൊടാതെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും കൂടിയാണ്. എപ്പോൾ ഇതെല്ലാം ഒന്ന് ബാലൻസിൽ വരുമോ അപ്പോൾ നിങ്ങൾ സെൽഫ് ലവിൻ്റെ നല്ലൊരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞു. നിങ്ങൾ സെൽഫ് ലവിലായി കഴിഞ്ഞു. ഇനി നിങ്ങളെ സെൽഫ് ലവിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ആർക്കും പറ്റില്ല. ഈ സെൽഫ് ലവ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലൈഫുള്ളൂ. സെൽഫ് ലവ് ഇല്ലാത്തവർക്കാണ് ജീവിക്കുന്നു എന്നൊരു തോന്നലില്ലാത്തത്. ഈ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ക്വിക്ക് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് കൊടുക്കുന്ന പ്രോമിസസ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് വൺ. അതായത് നിങ്ങൾ ഒരു കാര്യം ആഗ്രഹിക്കുന്നു, അത് വാങ്ങാമെന്ന് വിചാരിക്കുന്നു, നിങ്ങളത് നിങ്ങൾക്ക് വേണ്ടി വാങ്ങിച്ചു കൊടുക്കുക. അല്ലാതെ ഒരു കാര്യത്തിന് വേണ്ടി അത് മാറ്റി വെക്കാതിരിക്കുക. നിങ്ങൾക്ക് ആഗ്രഹം തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുക, നിങ്ങൾക്ക് നിങ്ങളുടെ നന്മയ്ക്കായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. സോ വാട്ട് എവർ പ്രോമിസസ് ആർ ദെയർ, ഓൾവേസ് കീപ് ദാറ്റ് പ്രോമിസസ്. ഓക്കെ. നമ്പർ 2, നമ്മൾ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുന്നത് വളരെ ക്വയറ്റായിട്ടും കാമായിട്ടും ആയിരിക്കണം. നമുക്ക് ഇങ്ങനെ ഒരു ബൗണ്ടറി ഉണ്ട് എന്ന് നമ്മൾ വളരെ ഫോർമലി മറ്റൊരാളെ അറിയിക്കാതിരിക്കുക. പക്ഷേ മറ്റുള്ളവർക്ക് മനസ്സിലാവുക നിങ്ങൾക്ക് ബൗണ്ടറി ഉണ്ട് ഈ ഒരു കാര്യത്തിൽ, അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിൽ നിങ്ങളൊരു ബൗണ്ടറി സെറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് മനസ്സിലാക്കിപ്പിക്കുക. സോ ഓൾവേസ് ബിൽഡ് യുവർ ബൗണ്ടറീസ് ക്വയറ്റ്ലി ആൻഡ് മെയിൻറ്റെയിൻ വെരി ക്വയറ്റ്ലി. ഓക്കെ. നമ്പർ 3,
സെലിബ്രേറ്റ് യുവർ പ്രോഗ്രസ് പ്രൈവറ്റ്ലി. അതായത് നിങ്ങൾക്ക് ഒരു പ്രോഗ്രഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുമ്പോൾ അത് 4 പേരെ അറിയിക്കുന്നതല്ല നിങ്ങളുടെ ഹാപ്പിനെസ്. അതൊരു തരം എക്സ്റ്റേണൽ വാലിഡേഷനാണ്. നിങ്ങൾ എന്തൊക്കെ ആയി എന്ന് മറ്റുള്ളവരെ കാണിക്കുന്നത് ശരിക്കും നിങ്ങളെ വല്ലാതെ ഡ്രെയിൻ ചെയ്യിപ്പിക്കും. അതുകൊണ്ട് അതിന് പോകാതിരിക്കുക. നിങ്ങളുടെ പ്രോഗ്രഷൻ വളരെ പ്രൈവറ്റ് ആയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യേണ്ടത്. അത് തരുന്നൊരു സന്തോഷം വളരെ വളരെ ഡിഫറെൻ്റ് ആണ്. എപ്പോഴും സ്വന്തമായിട്ട് പോസിറ്റീവായിട്ടുള്ള ഒരു സെൽഫ് ടോക്ക് ഡെവലപ്പ് ചെയ്തെടുക്കുക. എപ്പോഴും നമ്മളോട് തന്നെ നമ്മുടെ മനസ്സുകൊണ്ടെങ്കിലും അല്ലെങ്കിൽ നമുക്ക് അല്ലാതെ നമ്മളിങ്ങനെ ശബ്ദത്തോടെയെങ്കിലും നമ്മളോട് പോസിറ്റീവായിട്ട് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സക്സസ്ഫുൾ ആവും, നമ്മുടെ ഗോൾസൊക്കെ റീച്ച് ചെയ്യും, നമ്മുടെ ലൈഫ് മുമ്പോട്ട് പോകും, നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കും, നമ്മുടെ സങ്കടങ്ങളൊക്കെ മാറും, അങ്ങനെ ഒരു സമയം വരുമെന്ന് നമ്മളോട് തന്നെ പോസിറ്റീവായിട്ട് സെൽഫ് ടോക്ക് ചെയ്യണം. നമ്മളോട് ഒരാളൊരു കാര്യം കോംപ്ലിമെന്റ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ഡ്രസ്സ് നന്നായിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇതിൻ്റെ പഴയ ഡ്രസ്സാണ്, ഇത് എൻ്റെ ഉണ്ടായിരുന്ന ഡ്രസ്സാണ്, അങ്ങനെയൊന്നും പറയുന്നത് അങ്ങനെയല്ല കോംപ്ലിമെന്റ് അക്സെപ്റ്റ് ചെയ്യേണ്ടത്. ശരിക്കും നിങ്ങൾ ഒരാൾ കോംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഫുൾ ഹാർട്ടോടുകൂടി അത് അക്സെപ്റ്റ് ചെയ്യാനും താങ്ക്ഫുൾ ആയിട്ട് ഒരു മറുപടി പറയാനും ശ്രമിക്കുക. അല്ലാതെ ഇത് പഴയതാണ്, ഞാൻ കുറേ തവണ ഉപയോഗിച്ചതാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു നല്ല പ്രസൻറ്റേഷൻ നടത്തി നന്നായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഞാനൊന്നും ചെയ്തില്ല, പക്ഷേ എക്സാമിന് ഞാനൊന്നും പഠിച്ചൊന്നുമില്ല, എങ്ങനെയൊക്കെയോ പാസ്സായി ഇത്രയും മാർക്ക് കിട്ടി, അങ്ങനെയല്ല. നമ്മളത് പഠിച്ചിട്ടാണ് കഷ്ടപ്പെട്ടിട്ടാണ് അത് കിട്ടിയതെന്ന് പറയാൻ ആ ഒരു ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഏതൊരു കാര്യത്തിൽ നേട്ടം ഉണ്ടാകുമ്പോൾ അതിനെ ആ ഒരു കോംപ്ലിമെൻറ്റിനെ പൂർണ്ണ മനസ്സോടെ സന്തോഷത്തോടെ പ്രൗഡോടുകൂടി നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് ആ ഒരു ശീലം നമ്മൾ ഉറപ്പായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കണം. സോ അക്സെപ്റ്റ് യുവർ കോംപ്ലിമെൻറ്റ് ഹാപ്പിലി ആൻഡ് ഗ്രേസ്ഫുള്ളി. പിന്നെ ഒരാളെ നമ്മൾ സഹായിക്കുമ്പോൾ ഒരിക്കലും ഒരു റിക്കഗ്നീഷന് വേണ്ടി സഹായിക്കുക. സോ ഹെൽപ്പ് അതേഴ്സ് വിത്തൗട്ട് സീക്കിംഗ് റിക്കഗ്നീഷൻ ആവരുത്. ഒരാൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും, അതിന് എങ്ങനെയൊക്കെ ജസ്റ്റിഫിക്കേഷൻ കൊടുത്താലും അതാവരുത് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതിനുള്ള ഒരു മീൻസ് അത് അത്രത്തോളം ഒരു ജെനുവിനിറ്റി ഇല്ലാത്തതായി പോകും. ഓൾവേസ് തിങ്ക് കൈൻഡ്നസ് ഡസൻറ്റ് നീഡ് ഓഡിയൻസ്. പിന്നെ നിങ്ങൾ ഡ്രസ് ചെയ്യുന്നതൊക്കെ മറ്റുള്ളവരുടെ അപ്രൂവൽ കിട്ടാനും മറ്റുള്ളവരുടെ മുമ്പിൽ അവർ വിചാരിക്കുന്നത് പോലെയുള്ളൊരു കൾച്ചറൽ സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്ത് പോകാനൊന്നും ആവരുത്. നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി നിങ്ങൾ പ്രസൻറ്റബിൾ ആയിട്ടുള്ള രീതിയിൽ ഡ്രസ്സ് ചെയ്യുക, നിങ്ങൾ നന്നായിട്ട് ഒരുങ്ങി സന്തോഷത്തോടെ നടക്കുക. ഇനി അങ്ങനെ ഒന്നും നടക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ല, നിങ്ങൾക്ക് ഭയങ്കര നാച്ചുറലായിട്ട് നടക്കാനെന്ന് വെച്ചെങ്കിൽ ശരി, അങ്ങനെ എന്തായാലും നിങ്ങൾ നല്ല രീതിയിൽ എപ്പോഴും പ്രസൻറ്റബിൾ ആയിട്ടുള്ള രീതിയിൽ ഹൈജീനിക് ആയിട്ടുള്ള രീതിയിൽ നിങ്ങളെ കൊണ്ട് നടക്കുക. മിസ്റ്റേക്സ് വരുമ്പോൾ അതിൽ നിന്ന് ഓടി ഒളിക്കാനോ അതിൽ സെൻസിറ്റീവ് ആവാനോ നിൽക്കാതെ ഇറ്റ്സ് എ മിസ്റ്റേക്ക്, ഇറ്റ്സ് പാർട്ട് ഓഫ് ദ ലൈഫ് എന്ന രീതിയിൽ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരുപാട് സീരിയസ്നെസ് ഒന്നും ഒന്നിനും കൊടുക്കേണ്ടതില്ല. ഞാനൊരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്, ഒന്നിനും ഉള്ളതിൽ കൂടുതൽ സീരിയസ്നെസ് കൊടുക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സീരിയസ്നെസ് ഓൾറെഡി അതിലുണ്ടാവും. നമ്മളായിട്ട് അത് ചിന്തിച്ച് ഭയങ്കര സീരിയസ് ആക്കേണ്ട കാര്യം ഒന്നിനും ഇല്ല. സെൽഫ് ലവ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഷോ ഓഫ് ആവരുത്. എല്ലാവരും അറിയണം ഞാൻ സെൽഫ് ലവ് ഉള്ള ഒരാളാണെന്ന് എന്നുള്ള രീതിക്ക് നടക്കാതെ സെൽഫ് ലവ് എന്നുള്ളത് നമ്മൾ അറിയേണ്ട നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒന്നായി കൊണ്ട് കിടക്കുക. അങ്ങനെയാണെങ്കിൽ അത് ഒരുപാട് കാലം നിലനിൽക്കും കേട്ടോ. ഈ സ്ട്രോങ്ങസ്റ്റ് സെൽഫ് ലവ് എന്ന് പറയുന്നത് പലപ്പോഴും ഇൻവിസിബിളാണ്. അത് ഒരുപാട് ആർപ്പ് വിളികളും ആരവങ്ങളും കിട്ടാൻ നോക്കുന്ന സെൽഫ് ലവ് ഒന്നും അല്ല. അതൊക്കെ ജസ്റ്റ് ഷോ ഓഫ് മാത്രമാണ്. ഈ സെൽഫ് ലവും സെൽഫിഷ്നെസ്സും തമ്മിലൊരു ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഈ സെൽഫ് ലവ് എന്ന് പറയുന്നത് നമ്മുടെ വെൽബീയിങ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ്. ഇതാണ് സെൽഫ് ലവും സെൽഫിഷ്നെസ്സും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. പിന്നെ സെൽഫ് ലവ് എന്ന് പറയുന്നത് നമ്മുടെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഒക്കെ മാറി നമ്മൾ ഫിനാൻഷ്യലി വളരെ സെറ്റ് ആയതിനു ശേഷം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു ഡെസ്റ്റിനേഷൻ പോയിന്റ് ഒന്നുമല്ല. അത് നമ്മുടെ ഭാഗമാണ്, നമ്മുടെ കൂടെ ഈ യാത്രയിൽ കൂടെ ഉണ്ടാവേണ്ട ഒന്നാണ്. സോ ഈ ഒരു മൊമെന്റിൽ നിങ്ങളുടെ കൂടെ സെൽഫ് ലവ് ഉണ്ടായിരിക്കണം. ഓൾറെഡി ഉണ്ടെങ്കിൽ സന്തോഷം അത് മെയിൻറ്റെയിൻ ചെയ്യുക. ഇനി സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു മൊമെന്റ് മുതൽ നിങ്ങൾ ആ ഒരു സെൽഫ് ലവ് സ്റ്റാർട്ട് ചെയ്യുക. ഫസ്റ്റ് ഓഫ് ഓൾ ബി കൈൻഡ് ടു യുവർ സെൽഫ്. ആ ഒരു സ്റ്റെപ്പിൽ നിന്ന് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് അതൊരു ഡെയിലി പ്രാക്ടീസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക. എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾക്ക് പീസ്ഫുൾ ആയിട്ടിരിക്കണം. നിങ്ങളുടെ രീതിയിൽ നിങ്ങൾ സന്തോഷവും സമാധാനവും ഹീലിംഗ് മോഡലും ആയിരിക്കണം. ദാറ്റ് ഈസ് സെൽഫ് ലവ്. അങ്ങനെയാണ് സെൽഫ് ലവ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് സെൽഫ് ലവിൻ്റെ കൂടെ ഒരുമിച്ച് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, അത് ഗ്രോത്ത് ആണ്, നമ്മുടെ തന്നെ സെൽഫ് പ്രോഗ്രഷനാണ്. സോ ഈ സെൽഫ് പ്രോഗ്രഷനും സെൽഫ് ലവ് തമ്മിലൊരു ക്ലോസ് കണക്ഷൻ ഉണ്ട്. നിങ്ങൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഗ്രോത്ത് ഉണ്ടാകുന്ന നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഈ ഗ്രോത്ത് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ലൈഫിൽ നിന്ന് നിങ്ങളെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ലൈഫിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. നമസ്കാരം.